ഒരിക്കൽ കണ്ട സിനിമയാണെങ്കിലും വീണ്ടും കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ബാഹുബലി ദ എപ്പിക്. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ ഒരു 8:30 ആയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടാണ് ഇവിടുത്തെ ഷോ. എന്ന് പറയുമ്പോൾ നാട്ടിലെ രാവിലത്തെ സമയം ആണ് ഇവിടുത്തെ ഷോ. ഞങ്ങളുടെ ഇവിടുത്തെ വൈകിട്ട് 6 മണി എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം ഒരു 7:30 8 ഏകദേശം ഒരു സമയത്താണ് ഷോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്നറിയില്ല, എന്തൊക്കെയാണ് അവർ ആ സിനിമയിൽ ചെയ്തു വെച്ചേക്കുന്നതെന്നൊന്നും അറിയില്ല. റീമാസ്റ്റേർഡ് ആണ്, സൗണ്ടൊക്കെ പുതിയ രീതിയിലാണ് കേൾക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഫസ്റ്റ് പാർട്ട് തിയേറ്ററിൽ കണ്ടത്. അന്ന് ഞാൻ തിയേറ്ററിൽ ആ സിനിമ കാണുമ്പോൾ ഫസ്റ്റ് ഡേ ആണ് പോയത്. ഫസ്റ്റ് ഷോ ആണ് കാണാൻ പോയത്. പത്തനംതിട്ടയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു തിയേറ്ററിലാണ് പോയത്. അപ്പോൾ അന്ന് ആ സിനിമ കാണാൻ അധികം പേരൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ആ സിനിമ പിന്നെ ഒന്ന് ക്ലച്ച് പിടിച്ച് വന്നത്. പിന്നെ എപ്പോഴോ രാമോലിൻ്റെ ഒരു ഇൻ്റർവ്യൂ നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പോൾ ഓർക്കുന്നുണ്ട്. അതിനകത്ത് പറയണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട് വിചാരിച്ച പ്രോഫിറ്റ് ഒന്നും നേടിയില്ല, പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് അവർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുത്തതെന്ന്. അപ്പോൾ ഈ ഒരു എപ്പിക് വേർഷൻ വരുമ്പോൾ ഐ എം സോ എക്സൈറ്റഡ്. എന്താവുമെന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്ന കഥ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ആകെ എന്നെ വറിയാക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു 4 hours ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ തിയേറ്ററുകൾക്ക് ഇൻ്റർവെൽ ഇല്ല. ദുബായിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാനഡയിൽ അറ്റ്ലീസ്റ്റ് ഞാൻ കാണുന്ന ഞങ്ങളുടെ ഏരിയയിലെ തിയേറ്ററുകളിലൊന്നും ഇൻ്റർവെൽ എന്നുള്ള പരിപാടിയില്ല. നമ്മുടെ സിനിമയ്ക്ക് ഓടുമ്പോൾ ഇൻ്റർവെൽ എന്ന് എഴുതി കാണിക്കും സ്ക്രീനിൽ, പക്ഷേ ഇൻ്റർവെൽ എന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പോൾ ഈ 4 hours പടത്തിനകത്ത് എങ്ങനെയാണ് പരിപാടി എന്ന് എനിക്കറിയത്തില്ല. ഈ ഇടയ്ക്കൊക്കെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണമെങ്കിൽ എണ്ണീറ്റ് പോകുമ്പോൾ പടമൊക്കെ കുറച്ചൊക്കെ മിസ്സാവും. സാധാ സിനിമയൊക്കെ കാണുമ്പോൾ ഈ പാട്ടൊക്കെ വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് എണ്ണീറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും എക്സൈറ്റഡ്. ഓക്കെ, കണ്ടിട്ട് റിവ്യൂ പറയാം.